PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന് BJP-യിൽ രാഷ്ട്രീയ ഭാവിയുണ്ടോ? അത് ഒഴുക്കിൻ്റെ പറയാൻ മീൻ പോവുകയല്ലേ എന്ന് പറഞ്ഞാൽ അവർ രക്ഷയുള്ളിടത്തോട്ട് അങ്ങോട്ട് പോകും, അതേ ഉള്ളൂ. ഷോൺ ജോർജ് എങ്ങനെയുണ്ട്? എല്ലാം കണക്കാ, തന്തയുടെ മോനല്ലേ ഇത്, അവൻ രണ്ടും കണക്കാ. ജോൺ ജോർജും കണക്ക്, വി ജോർജും കണക്ക്. വി ജോർജിനൊക്കെ നല്ല സുഖമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, ചുമ്മാ പുള്ളി ഒരു പേര് എഴുതിയാൽ മതിയായിരുന്നു ഇവിടെ ഈരാറ്റുപേട്ടയിൽ, അവൻ ജയിക്കുമായിരുന്നു. അവൻ ഇവിടെ ചുമ്മാ ആവശ്യമില്ലാത്ത വർത്തമാനമൊക്കെ പറഞ്ഞ് അതിന് വേണ്ടി എല്ലാവർക്കും അറിയാലോ, ക്രിസ്ത്യാനിക്കും അറിയാലോ, പിന്നെ കന്യാസ്ത്രീകളെ തെറി, അച്ഛനെ തെറി, എല്ലാവരും മൊത്തം അടച്ചു കയറിയായിരുന്നല്ലോ. ഇല്ല, ഇവിടെ ഒരു പുള്ളിയുടെ ഒരു പോസ്റ്റർ പോലും വേണ്ടായിരുന്നു. ഞങ്ങൾ അതുപോലെ കൊണ്ടുവന്ന് വോട്ടും ചെയ്ത് വിജയിപ്പിച്ചു കൊണ്ടുവന്ന് അവസാനം തീവ്രവാദിയാണ് ദുൽക്കന്മാർ. എവിടെയെങ്കിലും വല്ല രാജ്യത്തും വല്ലവനും ചെയ്താൽ ഉടനെ ഇവിടെ നമ്മളതൊരു തീവ്രവാദിയാണെന്നുണ്ടോ? അപ്പോൾ അനുഭവിക്കുന്നില്ല, വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ, കഞ്ഞിയും വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കാമല്ലോ, ദുൽഖൻ്റെ പെൻഷനും മേടിച്ച് തന്നുകൊണ്ട്. രാഷ്ട്രീയ ഭാവി ഇല്ല. ആരൊക്കെയാണ് PC തോമസ് നിന്നു, ഇനി അടുത്ത നമ്മുടെ കണ്ണന്താനം, ഇതൊക്കെ എവിടെ പോയി? അവരൊക്കെ കണ്ണന്താനൊക്കെ എവിടെ പോയി? PC തോമസ് എവിടെ പോയി? BJP-യുടെ തത്വം അതാണ്. അവർ വളർന്നു വരുന്ന ആൾക്കാരെ അവർ നിലനിർത്തുകയില്ല, നല്ലൊരു നേതാവിനെ ഉണ്ടായിക്കൊണ്ട് വരികയില്ല. കേരളത്തിലെ ഭാവി അങ്ങനെയാണ്. ഭാവി ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അറിവ് പറഞ്ഞെന്നുള്ളൂ. അറിയില്ല. രണ്ടും പോയി, അപ്പനും പോയി മോനും പോയി. ഇദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയ ഭാവിയുള്ള യുവാവാണ്, നല്ല പൊതുപ്രവർത്തകനാണ്, ജനങ്ങൾക്ക് ഉപകാരിയുമാണ്, നല്ല വ്യക്തിത്വമാണ്. പക്ഷേ അയാൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടിനോട് വിയോജിപ്പെടുന്നതാണ്. ഭാവി അതിനെപ്പറ്റി അറിയത്തില്ല. ഭാവി കാണാൻ ചാൻസ് കുറവാണ്. കൂടുന്നിടത്ത് കൂടുന്ന പാർട്ടിയാണ്. അങ്ങനെയാണ് ഷോൺ ജോർജ്. ഞങ്ങളൊക്കെ ഭയങ്കര കമ്പനിക്കാരായിരുന്നു. വർഗീയത പറഞ്ഞു വിട്ടുമ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതായി. ഞങ്ങളൊക്കെ ഒറ്റ BC ജോർജിൻ്റെ ആളായിരുന്നു. എനിക്ക് അടിവരെ കിട്ടിയിട്ടുണ്ട് BC ജോർജിൻ്റെ കൊടുത്ത് വർക്ക് ചെയ്തതിന്. ഇപ്പം നമുക്ക് ആകാൻ പറ്റുകയില്ല. അറിയത്തില്ല, പറയാൻ വെക്കുകയില്ല. ഷോൺ ജോർജിന് ഇഷ്ടമാണോ? ഇഷ്ടമൊക്കെയാണ്. രാഷ്ട്രീയ ഭാവി ഉള്ളതെന്ന് പറഞ്ഞാൽ ഷോൺ ജോർജിന് തൽക്കാലം ഒരു കൂട്ടി നിർത്തൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ മറ്റുള്ള രീതിയിൽ വരുമ്പോൾ അവഗണിക്കപ്പെടും. ഈ ഉയർന്ന BJP-യിലെ ഉയർന്ന നേതാക്കന്മാരുള്ളപ്പോൾ അത് സുരേഷ് ഗോപിയെ തന്നെ ഒരു അവഗണിക്കുന്ന രീതിയാക്കിയില്ലേ എന്ന് പറഞ്ഞ പോലെ, അത് ഒരു വലിയ രീതിയിലോട്ട് വരുമ്പം മുതിർന്ന നേതാക്കൾ തന്നെ പിടിച്ച് താഴെയെടുത്തു. നമുക്കത് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. സ്വാഭാവികമായിട്ട് നമ്മളതെല്ലാം പത്രങ്ങളിലും മാധ്യമങ്ങളിലെല്ലാം വായിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ ഭാവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പം തീർത്ത് പറയാൻ പറ്റില്ല കേട്ടോ, അത് ഞാൻ പറയുന്നുമില്ല. ഒരിക്കലും ഇല്ല. കാര്യം അവർക്കറിയാമല്ലോ, PC ജോർജിൻ്റെ നിറം തന്നെ ആയിരിക്കുമല്ലോ ഷോൺ ജോർജിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. BJP എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സത്യസന്ധത ഉള്ളവരായിരിക്കും. അവരുടെ അത്ര സത്യസന്ധതയൊന്നും PC ജോർജിനോ ഷോൺ ജോർജിനോ ഒന്നും കാണുകയില്ല. അവർക്ക് അവരുടെ അവസരമായിട്ട് അവർ പോകാത്ത പാർട്ടിയില്ലല്ലോ. കേരളത്തിൽ അവർ പോകാത്ത പാർട്ടി അത് LDF, UDF, അവരെല്ലായിടത്തും പോയി. അതുപോലെ അവർ BJP-യിലും പോയി. കുറേ കഴിയുമ്പോൾ അവരും അവിടുന്ന് രക്ഷയില്ലാതുകൊണ്ട് പോകും. അവരാരും അങ്ങനെ അടുപ്പിച്ച് നിർത്തുകയില്ല. അവരുടെ പ്രവൃത്തികൾ അങ്ങനെ ആയിരുന്നു ആണല്ലോ. BJP-യിലെ രാഷ്ട്രീയമാണ്. പൂഞ്ഞാറിലെ ഡിവിഷനിലൊക്കെ ഇന്ന് ഭാവിയുണ്ട്, അല്ലാതെ സ്ഥലത്തൊന്നും ഭാവിയില്ല. ഈരാറ്റുപേട്ടയിൽ ഭാവിയില്ല, പൂഞ്ഞാർ ഡിവിഷനിലൊക്കെ ഭാവിയുണ്ട്. ഷോൺ ജോർജ് രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ, ഷോൺ ജോർജ് ഒരു ഡിവിഷനെ മത്സരിച്ച് ജയിക്കുകയൊക്കെ ഉണ്ടായി. ഷോൺ ജോർജ് കുഴപ്പമില്ലാത്ത പ്രവർത്തനമാണ്. പിന്നെ നമുക്ക് ഒരു ഒരു മനസ്സിന് താല്പര്യമില്ലായ്മയില്ലെന്ന് പറഞ്ഞാൽ ഒരു BJP പക്ഷത്താണല്ലോ എന്നുള്ളൊരിതേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. രാഷ്ട്രീയ ഭാവി ഇപ്പോൾ കുറെ കന്നഡം കൊണ്ട് രാഷ്ട്രീയ ഭാവിയുണ്ട്. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈടെ തന്നെ അറിയാമല്ലോ, അൽഫോൻസ് കണ്ണന്താനം IAS ഉദ്യോഗസ്ഥൻ, നല്ല ഭരണപരമായിട്ട് അറിവുള്ള മനുഷ്യൻ. അയാളെ മന്ത്രിയാക്കി ഇപ്പം ആളുടെ ചങ്ങനാശ്ശേരി കൂടെ അലഞ്ഞിരിച്ച് നടക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് BJP എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവിടെ ഒരു കത്തോലിക്കനോ ഒരു മുസ്ലിമോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നും വില പോവുകയില്ല. കാരണം ഒരു ഗവർണറുടെ പോസ്റ്റ് വരുന്നു, കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ BJP-യുടെ സമുന്നത നേതാക്കന്മാർ കിടക്കുക, വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് നടക്കുന്നു. അവന് കൊടുക്കാതിരിക്കാൻ പറ്റും? അപ്പോൾ PJ കുര്യനെ മന്ത്രിയാക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ കുര്യനെ. കാരണം കുര്യനെ അതായത് നമ്മൾ ലഡ്ഡു ഉണ്ടാക്കിയിട്ടൊരു മുന്തിരിങ്ങ അതിന് മുകളിൽ പതിച്ചാൽ മുന്തിരി ലഡ്ഡു ആകിയല്ലോ, അതിപ്പോൾ മൈദ ലഡ്ഡു ആവുള്ളൂ എന്ന് പറഞ്ഞ മാതിരി കുര്യനെ അവിടെ ഒരു മന്ത്രിയാക്കിക്കൊണ്ട് ഇവിടുത്തെ കത്തോലിക്കർ കൂടെ BJP-ക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, BJP-യും വിശ്വസിക്കുന്നില്ല. അതാണ് അവരുടെ പെരുമാറ്റം അങ്ങനെ നടക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും യാതൊരു സംശയവും വേണ്ട. ഷോൺ ജോർജ് ഇപ്പം നിൽക്കുന്ന നിലവാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ കാലക്രമേണ അയക്കെന്തെങ്കിലും BJP സ്ഥാനം കൊടുത്താലായി. ജനാധിപത്യപരമായി ഇവിടെ ഒരു ഇലക്ഷൻ നിന്നിട്ട് ജയിക്കാമെന്ന് പറഞ്ഞാൽ അസ്വാഭാവികതയാണ്, ബുദ്ധിമുട്ടാണ്. അതിനുള്ള അടികളില്ല. കത്തോലിക്കരൊന്നും BJP-ക്ക് വോട്ട് ചെയ്യുമെന്ന് ഇന്നത്തെ കണ്ടീഷന് വിശ്വസിക്കാൻ പറ്റില്ല.
അങ്ങനെയുള്ള അട്ടിമറിയൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണ്. BJPയിൽ ആർക്കും രാഷ്ട്രീയ ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മധ്യ കേരളത്തിലൊന്നും ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ കണക്കൂട്ടും. അങ്ങനെ ഷോൺ ജോർജിനെ പ്രതീക്ഷിക്കുന്നില്ല? ഒരിക്കലും ഇല്ല. ഇല്ല. BJP ഭാവി അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നും അറിയത്തില്ല. PC ജോർജിൻ്റെ രീതിക്കല്ലേ മകനും വരുള്ളൂ. ഇതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. അതെങ്ങനെയാണ്? കാരണം ഞാനതേക്കുറിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കലാണ് രാഷ്ട്രീയം. അദ്ദേഹം നിൽക്കുന്ന ആ രാഷ്ട്രീയത്തിൽ ഏതായാലും ശരി, അവരുടെ PC ജോർജിൻ്റെയും PC ജോർജിൻ്റെ മകൻ്റെയും നിലപാട് തന്നെ സെക്കുലർ രാഷ്ട്രീയം എന്ന പേരിലാണ് വന്നത്. ആ സെക്കുലറിസം എല്ലാം മറന്ന് ഇപ്പോൾ BJPയിലേക്ക് കടന്നു ചെന്നിരിക്കുന്നത് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. BJP കേന്ദ്രത്തിൽ നിന്ന് അധികാരത്തിൽ പോയാൽ ഈ PC ജോർജ് അവരുടെ കൂടെ കാണുകയില്ല, ഈ ഷോൺ ജോർജും കാണുകയില്ല. എന്ത് രാഷ്ട്രീയ ഭാവിയാണുള്ളത്? ഞാൻ ഒന്ന് ചോദിക്കട്ടെ. വരേണ്യവർഗത്തെ മാത്രം നിലനിർത്തുന്നതിന് വേണ്ടി അധികാരം ഇവിടുത്തെ വരേണ്യവർഗം മാത്രം, അതായത് ജാതിയിൽ ഉയർന്നവർ മാത്രം സവർണാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ച് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ആ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ന്യൂനപക്ഷങ്ങളെ അടുപ്പിച്ച് നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കുറേ വോട്ട് വേണം. ആ ഒരു വോട്ട് സമ്പാദിച്ചെടുക്കുവാൻ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിന് എത്ര കൊണ്ട് സാധിക്കും? ഇപ്പം സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ പോലെ തുടങ്ങിയിട്ടുണ്ട്. ഈ PC ജോർജിൻ്റെ മോൻ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അദ്ദേഹത്തെ കാണാം. ഓരോ വർത്തമാനങ്ങൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുകയാണെങ്കിൽ ജനത്തിന് ഉപകാരപ്രദമായ ഒരു സംസാരവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഈ ഏറ്റവും അടുത്ത കാലത്തായി ഈ വഖഫ് ബോർഡിൻ്റെ ചർച്ചയെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തായിരുന്നു. വഖഫ് എന്ന് പറയുകയാണ് എന്താണ്? ഈ ഇസ്ലാമിൻ്റെ പേരിൽ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ടിരുന്ന അച്ഛനും മകനും വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ ഒരു സമുദായത്തെ അടച്ചേൽപ്പിക്കുന്ന രീതിയിൽ അപ്പനേക്കാൾ കടത്തിവെട്ടുന്ന രീതിയിൽ മകൻ ഷോൺ ജോർജ് വരുന്നു. ആ രീതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ ഭാവിയാണുള്ളത്? ആരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പോകുന്നത്? BJPയിൽ അദ്ദേഹത്തിന് എന്ത് ഇടം കിട്ടും? ചിലപ്പോൾ മത്സരിക്കാൻ ഇപ്പം AK ആൻ്റണിയുടെ മകൻ ഒരു ചാൻസ് കൊടുത്തു, അദ്ദേഹത്തിന് മത്സരിക്കാൻ സാഹചര്യം കിട്ടി, പക്ഷേ അദ്ദേഹം ജയിച്ചില്ലല്ലോ. അതേപോലെയൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടുമെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് ഒരു ഭാവിയും PC ജോർജിൻ്റെ അബ്ദുള്ള കുട്ടിക്കുണ്ടായ സാഹചര്യം പോലെ ആയിരിക്കും. അബ്ദുള്ള കുട്ടി CPMൽ നിന്ന് MP ആയി, മറ്റെല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടി, പക്ഷേ പോയപ്പോഴിപ്പോഴും ചാണകക്കുഴിയിലാണ്. ആ ചാണകക്കുഴി പോലെയാണ് PC ജോർജിൻ്റെ മകൻ്റെ അവസ്ഥയും. ഞാൻ അങ്ങനെ മോശമായി പറഞ്ഞതല്ല, മകൻ്റെ അവസ്ഥയും. ജനത്തിൻ്റെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്നവനായിരിക്കണം രാഷ്ട്രീയക്കാരൻ. അതും ഒരു മതേതര രാജ്യത്ത്, ആ രാജ്യത്തിൽ നാനാർത്ഥത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ ആ നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന രാജ്യത്ത്, എല്ലാ മനുഷ്യനും തുല്യമായ അവകാശമുള്ള ഒരു രാജ്യത്ത് ഒരു മതം മാത്രം ഇവിടെ നിലനിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായ ഷോൺ ജോർജ് ഇപ്പം ലവ് ജിഹാദിൻ്റെ പേരൊക്കെ പറയാനുണ്ട്. ആദ്യം ലവ് ജിഹാദ് നടത്തിയ ഒരാളാണ്. അതറിയാമോ നിങ്ങൾക്ക്? PC ജോർജിൻ്റെ മോൻ അല്ലേ? അയാളല്ലേ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ജിഹാദ് ആദ്യം സ്വന്തം ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ആ പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ പെണ്ണിൻ്റെ ജീവിതം എങ്ങനെയാണോ അതേപോലെ ജീവിക്കാൻ പറയണം. അപ്പോൾ എൻ്റെ വീട്ടിൽ കയറണമെങ്കിൽ, PC ജോർജിൻ്റെ തിട്ടൂരമായിരുന്നു, എൻ്റെ വീട്ടിൽ കയറണമെങ്കിൽ ജഗതിയുടെ മകൾ പേര് അതായത് ക്രിസ്ത്യാനിയായിട്ട് തന്നെ, അത് മാമോദീസ മുക്കി ക്രിസ്ത്യാനിയായ പാർവതി എന്ന പാർവതിക്ക് പേര് അൽഫോൺസ എന്ന പേരിട്ട അദ്ദേഹം കല്യാണം കഴിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ പറയാൻ വല്ല യോഗ്യതയുണ്ട്. അപ്പം PC ജോർജിൻ്റെ മകൻ്റെ ഭാവി ഇത് തന്നെയാണ്. ജനം തള്ളിയാൽ ഒരിക്കലും കൊള്ളുകയില്ല, തള്ളുന്നത് തന്നെയാണ്. ആ കുടുംബത്തോടെ ജനം തള്ളിയിരിക്കുകയാണ്. അതാണ് PC ജോർജിൻ്റെ മകൻ്റെ ഭാവിയും ഞാൻ കാണുന്ന ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത്. PC ജോർജിൻ്റെ BJPയിൽ രാഷ്ട്രീയ ഭാവി ഉള്ളതുകൊണ്ട് പുള്ളി അത്യാവശ്യം സംസ്ഥാന വൈസ് പ്രസിഡൻ്റൊക്കെ ആയല്ലോ. ഇനി അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണല്ലോ. ഇനി ഇവിടെ ഈ പൂഞ്ഞാർ നിയമങ്ങളെ സംബന്ധിച്ചോളം ഒന്നും വിഷയമല്ല. PC ഷോണിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും ഏൽക്കുന്ന കേസല്ല. ഇവിടെയൊന്നും BJPക്ക് അതിൻ്റെ രീതി ഇല്ലല്ലോ. മൊത്തത്തിൽ നോക്കുമ്പോൾ അവർ അതിൻ്റെ ആ ഒരു രീതിക്ക് പോകുന്നുള്ളൂ ഉള്ളൂ. അല്ലാതെ ഇവിടെ വേറെ കാര്യങ്ങളൊന്നും നടക്കണമെന്നൊന്നുമില്ല. നമുക്ക് പറയാൻ പറ്റുകയില്ല. അതായത് ഒരാളുടെ ഭാവി പറയാൻ പറ്റുകയില്ല. ഈ രണ്ട് മുന്നണിക്ക് ഇവിടെ വോട്ട് കിട്ടുള്ളൂ. ഷോൺ ജോർജിന് ഇപ്പോൾ രാഷ്ട്രീയ ഭാവിയുണ്ടോ? ഷോൺ ജോർജ് അത് നമുക്ക് പറയാൻ ബാധ്യതയല്ല. അത് പറയാൻ പറ്റില്ല. നമുക്ക് ഈ രണ്ട് മുന്നണികൾക്കേ ഉള്ളൂ, ഇതേ ഉള്ളൂ. അതിപ്പോഴത്തെ തലമുറ കണക്കൂട്ടൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും പരാജയമാണ്. ഇപ്പോഴത്തെ തലമുറയെല്ലാം അറിഞ്ഞും കേട്ട് വരികയാണ്. കാരണം ജനങ്ങൾ തമ്മിലടുപ്പിക്കാനും ഇവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും മാറ്റം വരികയാണെങ്കിൽ അവർക്ക് നല്ലത്. ഇനി പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ആശയം നല്ല രീതിയിൽ വരികയാണെങ്കിൽ നന്നായിട്ട് പോകും.
അല്ലെങ്കിൽ പഴയ അപ്പൻ്റെ സ്വഭാവം മോനെടുക്കാതിരുന്നാൽ നല്ലത്. കേരളത്തെ സംബന്ധിച്ചോളം ബി ജെ പിയിൽ ഒ രാജഗോപാലിന് ഭാവിയില്ലാത്ത കാലമാണ്. പിന്നെ PC ജോർജ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് തന്നെ ഈ പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കാൻ വേണ്ടിയാണ്, പത്തനംതിട്ട പാർലമെൻറ്റ്. അത് ഒരു കാരണവശാലും അതിലൊക്കെ കൊടുക്കുകയില്ല. PC ജോർജൊക്കെ വന്നിട്ട് ചുരുങ്ങിയ നാളല്ലേ ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജോൺ വന്ന് നിന്നാലും ആര് നിന്നാലും ജോണിൻ്റെ അറിവ് പാലായിൽ നിൽക്കാൻ പോകുന്നതാണ്, വിശേഷപ്പെടുകയില്ല. LDF അധികാരത്തിൽ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.